അപ്പം ഇന്ന് വീട്ടിൽ വെറുതെ ചൊറിയും കുട്ടി നിന്നപ്പോൾ എൻ്റെ വീട്ടിലൊന്ന് പോയിട്ടോ. അപ്പോൾ അനിയത്തിമാരും അനിയന്മാരൊക്കെ പറഞ്ഞു ഒന്ന് നമുക്ക് തോട്ടേക്ക് പോയാലോ, സ്കൂളിലൊക്കെ അവധിയാണ് എന്ന്. അപ്പം ഞാനും വിചാരിച്ചൊന്ന് പോട്ടെ. ഓൻ കണ്ടോ ഓരോ പ്രാക്ടീസൊക്കെ നടത്തി പോകുന്നുണ്ട്. ഓൻ എന്നോട് പറഞ്ഞാൽ നമുക്ക് തോണീൻ്റെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകണം. എന്തൊരു സ്പീഡ് അവൻ നടക്കണം, നമുക്ക് നടക്കാൻ കഴിയണ്ടേ. അപ്പം ഞാനിതാ നിങ്ങൾ വിചാരിച്ചോ എൻ്റെ കുട്ടി ഇപ്പോൾ എവിടെയാണ്, കുട്ടീനെ മലടുത്ത് ഉറക്കി കത്തിയിട്ട് പോന്നൊക്കെയാണ്. ഇതാ കണ്ടോ ഒരു തോട്ടുമരമ്പത്ത് കൂടെ ഇങ്ങനെ നടന്ന് അവിടെ ചാടണം, അവിടെ ചാടിയാലോ ഇവിടെ ചാടിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു തെളിവിനൊരു വ്യത്യാസമില്ല. അപ്പം കണ്ടില്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കും പറഞ്ഞവർക്ക് പാൻറ് നുറുക്ക് ഇട്ടുണ്ട് അയിമക്ക് ചാടുക. എത്ര ചാടിയിട്ടും അയിമക്കണ്ട് എത്തണില്ല. ഇടാൻ നല്ല ഉസാറുണ്ടായിട്ട് പിന്നെ ഞാനാണ് എടുത്ത് കൊടുത്തത്. അപ്പോത്തിന് ഇവിടെ മരത്തുമ്മ കയറാണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചെരിഞ്ഞ അടിയൊക്കെ വെക്കും. അമ്മ ആയിരിക്കും അല്ല അയക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പുറത്തിന് ഇപ്പുറത്ത് രണ്ടെണ്ണം അടി കൂടുക. ഇത് ചെറിയ അഞ്ചത്തിയാണ്, ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ടൊക്കെ നോക്കാം. ഇവിടെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ട് ഞങ്ങളോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ ആൾ ഇറങ്ങി നല്ല കുപ്പായൊക്കെ പിയലൊക്കെ തുടങ്ങി. ഇവലുണ്ടോ മഹാത്മാഗാന്ധിനെ പോലെ വടിയും കുത്തി വരുന്നത് എന്താല്ലേ. എൻ്റെ കാല് വരച്ചപ്പോൾ പിന്നെ ഞാൻ കയറി ഓല് കളിക്കട്ടെ വിചാരിച്ചോല്. അപ്പോൾ ഓലോട് കളിക്കാൻ പറഞ്ഞ് ഞാനങ്ങോട്ട് പോന്നു. ചെറിയ അഞ്ചത്ത് ഞാൻ പോകുന്നുണ്ടോ നോക്കിയാണ്ട് നിൽക്കട്ടോ. ഞാൻ പോകുന്നെങ്കിൽ ഒരിക്കും പോരാണ്. നമ്മൾ വലിയ വെള്ളത്തിനോട് വലിയ വൈരാഗ്യമുള്ള പോലെ വെള്ളത്തിന് ഭയങ്കര അടിയവള് പിരാ അടി. വലിയ സന്തോഷങ്ങളല്ലേ നടക്കട്ടെ. ഞാനുണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ വാപ്പ എൻ്റെ ഒപ്പം വിട്ടത്. ഇന്നെ നോക്കാൻ വേണോ ഒരാൾ, വാപ്പാക്കറിയില്ലല്ലോ ഞാൻ ചെറിയ കുട്ടീനല്ലേ. അപ്പോൾ ഓന് പറയും ഞാൻ നീന്തലൊക്കെ പഠിച്ചിക്കണെന്ന്. നമുക്കെല്ലാവരും നീന്താൻ പഠിച്ചില്ലെന്ന്. പിന്നെ അവിടെ ഒരു കരിയേപ്പ് മരം കണ്ട് നമ്മൾ കരിയേപ്പുകളൊക്കെ പറിക്കാട്ടോ. അതിന് തൂമ്പ് നോക്കിയിട്ട് തന്നെ ഞാൻ പറിക്കണ്ടേ. അവിടുത്തെ നമ്മളെ ബാക്കിക്കാരെ കരിയേപ്പിൻ്റെ തന്നെയാണ്. പക്ഷേ ഒരു കണ്ടപ്പോൾ ഒന്ന് ബാക്കിലും ചെറുതായിട്ട് കൂടി, ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓടി 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 ഒരു റോട്ടുമേലെത്തി. ബാക്കിൽ കൂടി നമ്മളെ കിട്ടിയിട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കാം. റോട്ടുമേലെത്തി അവനെ ഒരു പൂവൊക്കെ കിട്ടിയതൊക്കെ പറിച്ചിങ്ങനെ നമ്മൾ വരുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.